ഇത് ലേലം വിളിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് സെക്രട്ടറി അന്നത്തെ കാലത്ത് ഒരു ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം. ആദ്യം ഒരു വയലിൻ ലേലം വിളിക്കാൻ തുടങ്ങി. വയലിൻ എന്ന് പറഞ്ഞൊരു 1-2 സ്ട്രിങ് ഒക്കെ പൊട്ടിക്കിടക്കുകയാണ്. അത് പൊട്ടിയ സ്ട്രിങ് ആണെങ്കിലും പഴയതാണല്ലോ ലേലം വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഈ വയലിൻ പൊക്കി എല്ലാവരെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ആദ്യത്തെ നമ്മുടെ ലേലം. നമ്മൾ പുതിയ ഉപകരണങ്ങൾ വാങ്ങിച്ചു, ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചു, പഴയ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് പകരം ഇത് ലേലം വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതിന് 500 rupees ഇതിന് ഒരു എമൗണ്ട് ചെയ്യാം. അപ്പോൾ ലേലം തുടങ്ങി. 500 രൂപ ഇതിന് വില പറഞ്ഞു. ആരും വേണ്ടുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു 500 രൂപ പറഞ്ഞു, അതിന് മുകളിൽ ആർക്കും വേണമെങ്കിലും വിളിക്കാം. പിന്നെ ആരും വേണ്ടുന്നില്ല. ഇങ്ങനെ സമയങ്ങൾ പോകുന്നു. അല്ലാതെ 500 എന്നുള്ളത് 501 വിളിക്കാൻ അവിടെ ആരുമില്ല. ഈ പരുവക്കേടും ചാർച്ചിലും ഒക്കെ ഒരു വല്ലാത്ത അന്തരീക്ഷം നമുക്കറിയാമല്ലോ. ആരുടെ വീട്ടിൽ കോട്ടേജ് വീട്ടിലാണ്, ആരും കഴിപ്പിക്കില്ല. ദൈവമക്കളെ, പ്രാർത്ഥന എന്നത് അനുഗ്രഹമാണ്. ആരുടെ വീട്ടിൽ വേണം, ആരും വേണ്ടുന്നില്ല. പ്രാർത്ഥന വിടുതലാണ്, അനുഗ്രഹമാണ്, ആരും വേണ്ടുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇന്നത്തെ പണ്ട് നമുക്ക് പ്രാർത്ഥന എന്ന് പറയുമ്പോഴേ ആൾക്കാർ കൈകൊട്ടി പിടിക്കുമായിരുന്നു. എൻ്റെ ലോക്കൽ സഭയിൽ എന്നൊക്കെ പറഞ്ഞാൽ കോട്ടേജ് മീറ്റിംഗ് ആർക്ക് വേണമെന്ന് പറഞ്ഞാൽ 5 പേര് കഴിക്കും. പിന്നെ ഇവരെ ആർക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് കൺഫ്യൂഷൻ. അവസാനം സെക്രട്ടറി പറയും, ഇത് പാസ് അന്തിമ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് എൻ്റെ തലയിലേക്ക് വരും. അവസാനം ഞാൻ ഇവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച ഒരാളുടെ ഞാൻ റിയലായിട്ടുള്ള കാര്യം പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഈ കോട്ടേജ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നേരത്തെ കരുതിക്കൂട്ടി കോട്ടേജ് മീറ്റിംഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ വരുന്നത്. പ്രത്യേകിച്ച് ഹിന്ദിക്കാരായതുകൊണ്ട് അവർക്ക് ഇപ്പോഴും ആ ഒരു ശുഷ്കാന്തി പ്രാർത്ഥന കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആർക്കും പ്രാർത്ഥന വേണം. വിടുതലാണ്, ഭയങ്കരമാണ്. കർത്താവിന്റെ പെട്ടക വരുന്ന ഓബേദേദോമിന്റെ ഭവനത്തിൽ 3 മാസം ഇരുന്നപ്പോൾ അവൻ ഭയങ്കരമായിട്ട് അനുഗ്രഹം പ്രാപിച്ചതൊക്കെ കിടിലം പ്രസംഗിച്ചാലും വീട്ടിൽ നിന്ന് കോട്ടേജ് മീറ്റിംഗൊന്നും നമ്മൾ വെക്കാൻ പോകുന്നില്ല. അത് ആ ചിന്തയും ആ പോയിന്റും ഒക്കെ പാസ്റ്റിന് മനസ്സിലിരിക്കട്ടെ എന്നാണ് നമ്മുടെ ചിന്തയെങ്കിലും നമ്മുടെ യോഗമൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വെക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഈ ലേലം വിളി കൊടുത്തിട്ട് ആരും പറഞ്ഞില്ല. അവസാനം ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ സ്റ്റേജിലേക്ക് ഭാഷ എനിക്ക് സ്റ്റേജിലേക്ക് ഒന്ന് ഒഴിവാക്കുവാൻ അദ്ദേഹം വന്നു. ഈ സെക്രട്ടറി ചെറുപ്പക്കാരുടെ ഇതിൽ വായിലും വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് ഈ വയലിനകത്തുള്ള പൊടിയെല്ലാം പൊട്ടി തന്റെ ടവൽ കൊണ്ട് നന്നായിട്ട് തുടച്ചു. എന്നിട്ട് ആ പൊട്ടിക്കിടന്ന സ്ട്രിങ് തന്നെ കൈകൊണ്ട് താൻ വലിച്ച്, താൻ പണ്ട് ഇതൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരാളാണ്, വയലിന്റെ സ്ട്രിങ് വലിച്ചു കെട്ടി എല്ലാം നന്നായിട്ട് വെച്ച് അദ്ദേഹത്തിന്റെ കൈകൊണ്ടൊരു 4 വരി പാട്ട് വളരെ മനോഹരമായിട്ട് അസാധുവായിട്ട് ആ വയലിൻ ഉപയോഗിച്ച് അദ്ദേഹം പാടി. പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഈ വയലിനെടുത്ത് ലേലം വിളിക്കുന്ന സെക്രട്ടറിയെ കൊടുത്തിട്ട് ഇദ്ദേഹം ഓഡിയൻസിന്റെ പോയി. അദ്ദേഹം ചെന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരാൾ പറഞ്ഞു 1000 രൂപ തരാമോ. അടുത്ത ആൾ പറഞ്ഞു 1500 തന്നേക്കാം. പറഞ്ഞ് 5000 രൂപക്ക് ആ വയലിൻ ചർച്ച ചെയ്യുന്ന വിറ്റുപോയി. പ്രശ്നം എന്താണെന്നറിയാമോ? ആ 2 സ്ട്രിങ് പൊട്ടിയതൊന്ന് കെട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള പൊടിയൊന്നും പൊട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ഒന്ന് മനോഹരമായി പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതിന് ഇത്ര സമയം നഷ്ടപ്പെടില്ല. ഇതിന് വേണ്ടതായ അതിനേക്കാൾ അമൂല്യമായ ഒരു വില ഈ വയലിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് പറയാനുള്ള റീസൺ എന്താണെന്നറിയാമോ? ഒരു പക്ഷേ ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ ചിലപ്പോൾ നമ്മുടെ പൊടിയൊന്ന് തട്ടിക്കളയാനോ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടിക്കിടക്കുന്ന സ്ട്രിങ് ഒന്ന് കെട്ടാനോ ഒരു ശ്രമം നമ്മളിൽ ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ദൈവസഭയിൽ ഇന്നലകളേക്കാൾ അമൂല്യമായ, നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത, നമ്മൾ ആരാധനയിൽ വന്നില്ലെങ്കിൽ ലോക്കൽ സഭയിൽ മുഴുവൻ ആൾക്കാരും നമ്മളെ മിസ് ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഡീപ്പായിട്ടുള്ള, മാത്രമല്ല നമുക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോയിങ് റിലേഷൻഷിപ്പ് നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന മൂല്യതയിലേക്ക് നമുക്ക് വരാൻ കഴിയുള്ളൂ. അതാ ബൈബിൾ പറയുന്നത്, ദൈവത്തിന് നമ്മൾ മാന്യരും വിലയേറിയവരുമാണ്. നമ്മൾ ദൈവത്തിന് അമൂല്യരാണ്. കർത്താവിന്റെ സ്വന്തം രക്തം കൊണ്ടാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്. ആ നിലയിൽ നാം ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാകയാൽ പലപ്പോഴും നമ്മൾ ഇത്രയും വിലയുള്ളവരായിട്ടും നമുക്ക് നല്ല പ്രൈസ് ഇല്ലാത്ത, മാർക്കറ്റിൽ നമുക്ക് നല്ല പേരില്ല
മനുഷ്യനെ എന്തിനാണെന്നറിയാമോ? Which string is broken? ഈ ഡസ്റ്റ് എങ്ങനെ എനിക്കിത് കളയാൻ പറ്റും? എനിക്കിതിനെ എങ്ങനെ വീണ്ടും പ്രയോജനപ്പെടുത്താൻ? ഒരു കാര്യം ഉറപ്പാണ്, നമുക്കെല്ലാം വലിയ വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ആ സാധ്യതകൾ കൈവരിക്കാനുള്ള ശ്രമം, നമ്മുടെ ഗോഡ്ലിനെസ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് ഇത് സ്ട്രിങ് പൊട്ടിക്കിടക്കുന്നത് പോലെ നമ്മുടെ ആത്മീയത ഒരു പാപ്പരത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഈ ദൈവോചന പഠനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് നമ്മുടെ സ്ട്രിങ് പൊട്ടിക്കിടക്കുന്നത് അത് ഓരോന്ന് കെട്ടാൻ തുടങ്ങാനാണ് ഇന്ന് ഈ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിലാകാം, പ്രാർത്ഥനയിലാകാം, വിശ്വാസത്തിലാകാം, ഇനി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പിണങ്ങുന്നില്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇനി ഞായറാഴ്ചയൊക്കെ തുറന്ന് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ നാം പരാജിതരായിരിക്കുന്നത്, അതിനകത്ത് ആ സ്ട്രിങ് കെട്ടാനുള്ള ശ്രമം നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ ഗോഡ്ലിനെസ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുവാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. We just have a relationship. We don't want to make a intimate relationship with God. ദൈവമായിട്ട് intimate relationshipലേക്ക് വരാൻ ഉള്ള താല്പര്യം നമുക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. നമുക്ക് ഈ ഭാഗങ്ങൾ നമുക്ക് നിന്നുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇതിൽ നമുക്ക് ഒരു ഭാഗം എന്റെ ശ്രദ്ധയിലേക്ക് പെട്ടത് നമുക്കറിയാം, ഈ സാംസൺ ആൻഡ് ദലീല വിഷയം അല്ലേ? സാംസൺ നല്ലൊരു ആശ്രമക്കാരനായിരുന്നു. അവന് ചില നിയമങ്ങൾ, നിബന്ധനകൾ ഉണ്ടായിരുന്നു. അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു. അവനൊരു ജഡ്ജായിരുന്നു. അവന് ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയിൽ സാംസൺ വളരെ ഫേമസ് ആയിരുന്നുവെങ്കിലും ഈ സാംസൺ ഒരിക്കൽ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ടൊരു അവിഹിത ബന്ധത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പലതും ശ്രദ്ധിച്ചെങ്കിൽ എനിക്ക് ഇവിടെയാണ് കണക്ട് ചെയ്യാനുള്ള ഒരു വാക്കുമില്ല. അതുകൊണ്ടാണ് ഞാൻ സാംസണിലേക്ക് വിട്ടത്. മറ്റു പല കണക്ഷൻസ് ഉണ്ട്, ഞാൻ കൂടുതൽ വരികയാണ്. അപ്പൊ ഇതിന് യഥാർത്ഥമായ ഒരു ബന്ധത്തിലാണ് ഇവർ ആരംഭിച്ചത്. പക്ഷേ ഇവര് രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിനിടയിലേക്ക് കുറച്ചുപേർ ഇന്റർഫിയർ ചെയ്തു. അവരുടെ പേരാണ് ഫിലിസ്ത്യർ. അറിയാമോ? ഇവരുടെ ബന്ധം വളരെ ഇന്റിമേറ്റ് റിലേഷൻ ആയിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സാംസണും ദലീലയും തമ്മിൽ ഇങ്ങനെ അവര് റിലേഷൻഷിപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെ സ്നേഹത്തെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ഇന്റർവെയിൻ ചെയ്ത, അല്ലെങ്കിൽ ഒരു അതിനകത്തേക്ക് ഫോഴ്സ്ഫുള്ളി വന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാണ് ഫിലിസ്ത്യർ. അവര് വന്നിട്ട് ദലീലയുമായിട്ടൊരു എഗ്രിമെന്റിലേക്ക് വരും. എഗ്രിമെന്റ് എന്താണെന്നറിയാമോ? നിങ്ങളുടെ റിലേഷൻ ഡീപ്പാണെന്ന് എനിക്കറിയാം. നീ ചോദിച്ചാൽ സാംസൺ എന്തും പറയത്തക്ക നിലയിൽ ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നു എന്നുള്ളത് ആ ഫിലിസ്ത്യന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴാണ് പിശാചിന്റെ ഇൻവോൾവ്മെന്റ് നമ്മളിൽ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഞാനും ദൈവവുമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്ന പിശാച് അറിയുമ്പോഴാണ് അവൻ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇൻസെപ്പറബിളായ, ഇന്റിമേറ്റ് ആയ, ഗ്രോയിങ് ആയ റിലേഷൻഷിപ്പ്, കൺസിസ്റ്റന്റ് ആയ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം പിശാചിൽ നിന്ന് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഞാനും അല്ല ദൈവമായിട്ടുള്ള റിലേഷൻ ഇന്റിമേറ്റ് ആകുമ്പോഴാണ്. ഈ ഫെലിസ്ത്യന് വന്നിട്ട് ദലീലയോട് പറഞ്ഞു, ഇവന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് നീ സീക്രട്ട് ആയിട്ട് ഇവരോട് ചോദിച്ചു പറഞ്ഞാൽ നിനക്ക് പ്രതിഫലം തരാമെന്ന് പറയുക. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഭക്തി എന്ന് പറയുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായി. അമൂല്യമായ ഒന്നിനെ നഷ്ടപ്പെടുത്തി ടെമ്പററി ആയ ഒന്നിനെ സ്വാഗതം ചെയ്യുന്നവൻ ആരോ അവനാണ് അഭക്തനെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് അവിടെ കട്ട് ചെയ്തില്ല. റിലേഷൻഷിപ്പ് ഓൺ ഗോയിങ് ആണ്. പക്ഷെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഫെയ്ത്ത്ഫുൾ അല്ല. കാരണം ഫെയ്ത്ത്ഫുൾ ആയിരുന്നു, കൺസിസ്റ്റന്റ് ആയിരുന്നു, നല്ല റിലേഷൻ ആയിരുന്നു, നല്ല ബന്ധമായിരുന്നു. ഇവർ അങ്ങോട്ടും കൂടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യത്തക്ക നിലയിൽ ഒരു കൺസിസ്റ്റന്റ് റിലേഷനിലേക്ക് വന്ന സമയത്ത് ഫെലിസ്ത്യന് പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള ബന്ധം നല്ലതാണ്. അതുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും സാംസൺ നിന്നോട് തുറന്നു പറയും. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ പൈസ തരാം. ഇവന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് ഇവനോട് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളോട് പറയണം. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ കണക്ട് ചെയ്ത ഭാഗം നിങ്ങൾ മനസ്സിലായോ? നമ്മുടെ ദൈവവുമായിട്ടുള്ള കൾട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട ഗോഡ്
പിശാചിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് കേവലം നമുക്കുള്ള നന്മകൾ മുടക്കിക്കൊണ്ടല്ല പിശാച് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ പരിശോധിക്കുന്നത്. മറിച്ച് നമുക്ക് ചിലത് തന്നും പിശാചിന് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ പറ്റും. എന്തെങ്കിലും തന്നു വേണമെങ്കിൽ നമുക്ക് പിശാചിനെ നമ്മളെ അകറ്റാൻ പറ്റും. അപ്പോൾ എല്ലാ വഴികളും തുറക്കപ്പെടുന്നത് ദൈവികമാകണമെന്ന് നിർബന്ധമില്ല. ചില നന്മകൾ നമ്മുടെ ട്രാപ്പാകാം. അത് തിരിച്ചറിഞ്ഞാൽ എനിക്ക് ഈ കൾട്ടിവേഷനിലേക്ക് വരാൻ പറ്റും. പണ്ടൊരു വീട്ടിലെ ഒരു അച്ചായൻ, ഞാൻ നിർത്തിയാണ്, ഒരു അച്ചായൻ പറഞ്ഞു, അമ്മാമ്മയോട് പറഞ്ഞു, വൈഫിനെ പിടിച്ചിരുത്തിയിട്ട് ഭർത്താച്ചായൻ പറയുകയാണ്, ഒരു നല്ല ജോലി കിട്ടുമ്പോൾ ഒരു ചിട്ടി തുടങ്ങണം. അമ്മാമ്മ പറഞ്ഞു, നല്ല കാര്യം. ചിട്ടി തുടങ്ങി കഴിയുമ്പോൾ ആ ചിട്ടി അടിച്ചു കഴിയുമ്പോൾ ഒരു പശുവിനെ വാങ്ങിക്കണം. അതിനേക്കാൾ നല്ല കാര്യം. ഈ പശുവിനെ മേടിച്ച് പശു വളർന്ന് വലുതായി ഇതിന്റെ പാല് കറന്ന് ആ പാല് വിറ്റ് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, അത് മാത്രം നടക്കില്ല. നല്ല ജോലി കിട്ടുന്ന കാര്യം സന്തോഷമാണ്. നല്ല ജോലി കിട്ടിക്കഴിയുമ്പോൾ ചിട്ടി തുടങ്ങുന്ന കാര്യത്തിനകത്ത് എഗ്രിമെന്റിൽ വന്നു. ചിട്ടി അടിച്ചു കഴിയുമ്പോൾ ഒരു പശുവിനെ വാങ്ങിക്കുന്ന കാര്യത്തിൽ എഗ്രി ചെയ്തു. പശുവിനെ വളർത്തി വലുതാക്കുന്ന കാര്യത്തിൽ വൈഫ് എഗ്രി ചെയ്തു. പക്ഷെ പാല് കറന്ന് വിറ്റ് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു നോ ഡീൽ. പണ്ടൊരു പ്രോഗ്രാം ഡീലോ വൈഫ് പറഞ്ഞു നോ ഡീൽ. ഉടനെ അതെന്നെ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചപ്പോൾ വൈഫ് പറഞ്ഞു, പാല് വിറ്റ് നമുക്ക് ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾ വലുതായിട്ട് വരികയാണ്, കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാൻ കൊടുക്കണം. അച്ഛൻ പറഞ്ഞു, നമ്മൾ ദാരിദ്ര്യത്തിൽ കിടക്കുമല്ലോ, നമുക്ക് വിറ്റ് ജീവിക്കാൻ മതി. വൈഫ് പറഞ്ഞു, ഒരു രക്ഷയില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രോട്ടീൻ ചെല്ലേണ്ട പ്രായമുള്ളതുകൊണ്ട് പശുവിൽ നിന്ന് കിട്ടുന്ന പാല് കറന്ന് കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വലുതാക്കണം. ഇവരിതും പറഞ്ഞ് വഴക്കുണ്ടായി. ചെറിയ കാര്യം മതിയെന്ന് വഴക്കുണ്ടാകാൻ. വഴക്കുന്നിന് നടക്കുന്ന സമയത്താണ് സഭയുടെ ഉപദേശിക വിളിക്കുന്നത്. ഉപദേശിച്ച് നോക്കിയപ്പോൾ വിശ്വാസത്തിന് വേണ്ടി ഭയങ്കര പ്രശ്നം. ഏതായാലും ഭാഷ ഏതായാലും ഒന്ന് വിസിറ്റ് ചെയ്തേക്കാന്ന് ഭാഷ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. നിങ്ങളൊക്കെ വിശ്വാസികളാണോ? ബന്ധന വഴിയും കെട്ട് കഴിയും ആരാധനയെങ്കിലും എന്നൊക്കെ കഴിഞ്ഞ ആരാഴ്ച പാടിയിച്ചു വന്നേച്ച് ഇതിനും മാത്രം പ്രശ്നം ഉണ്ടാക്കി അടുത്ത വീട്ടുകാരും സുവിശേഷം പറഞ്ഞാലും അവർ യേശുവിനെ കണ്ടുകൊണ്ടു അവർ പള്ളി വരുമോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ചുകൂടെയൊക്കെ ആത്മീക പക്വത നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്റ്റർ അറിയാൻ തുടങ്ങി. അവസാനം പാസ്റ്റർ എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരാച്ചാൻ പറഞ്ഞു, ഞാൻ പറയാം പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ആരും ആച്ചാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഞാൻ പറയാം, ചില വീട്ടിലിങ്ങനെ ഉണ്ട് ആച്ചാൻ ഇവിടെ, നിങ്ങളിനി മിണ്ടിയാലും മിണ്ടിയിലും ചില വീട്ടിലിങ്ങനെ ആച്ചാൻ ഉണ്ടായിരിക്കും, ഞാൻ പറയാം എന്ന് പറഞ്ഞു. അച്ചാൻ ഏതായാലും മിണ്ടാതിരുന്നില്ലെങ്കിൽ പിന്നെ അടുത്തൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ അച്ചാൻ നൽകാനും മിണ്ടാതെ അമ്മ പറഞ്ഞു, പക്ഷേ പ്രശ്നം എത്രയേ ഉള്ളൂ, ഈ പാല് കറന്ന് ജീവിക്കണോ പാല് കറന്ന് കുഞ്ഞുങ്ങൾ ഭാഷ പറഞ്ഞു, എത്ര ലിറ്റർ പാല് കിട്ടുന്നില്ല. പാലിപ്പോൾ കിട്ടുമോ എപ്പോൾ എത്ര കിട്ടുമെന്ന് അറിയുന്നില്ല. ഓക്കെ, പശു എന്ത് ചെയ്യും? പക്ഷെ പശുവിനെ ഇതുവരെ വാങ്ങിച്ചു. ഇവിടെ പശുവിനെ പുതിയൊക്കെ വാങ്ങിക്കും. അത് ചിട്ടി അടിച്ചാൽ പശു അപ്പം നീ ചിട്ടി ഒപ്പം തരും. പക്ഷെ ചിട്ടി തുടങ്ങുന്ന നല്ല ജോലി കിട്ടുമ്പോഴേ ഉള്ളൂ. അപ്പം നല്ല ജോലി നിനക്ക് കിട്ടിയില്ല, ഇവരെ ചിട്ടി തുടങ്ങിയില്ല, ഇവന് ചിട്ടി അടിച്ചില്ല, ഇപ്പം പശുവിനെ വാങ്ങിച്ചില്ല, പശുവിനെ വളർത്തി വലുതാക്കിയില്ല, പാല് കറന്നില്ല, അടിയൻ പാല് വിറ്റ് ജീവിക്കണോ പാല് കുഞ്ഞുങ്ങൾ. ഞാൻ പറഞ്ഞതെങ്കിൽ പോലെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഉള്ളൂ. നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ നമ്മൾ കാണുന്നതൊക്കെയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ പറ്റാത്തതെന്നറിയോ? നമുക്ക് ദൈവമായിട്ടുള്ള യഥാർത്ഥ റിലേഷനിലേക്ക്, ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഗോഡ്ലിനെസിന്റെ ഗ്രാഫ് പലപ്പോഴും നമുക്ക് ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഒരു പ്രോഗ്രസീവ് ലെവലിലേക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമുക്ക് ദൈവവുമായിട്ട് ന്യൂമാറ്റിക്കോസ് ഇല്ല. ഉച്ചത്തിൽ പറഞ്ഞ എന്തില്ല? രണ്ട് ഗ്രീക്ക് വേർഡ്സ് നിങ്ങൾക്ക് പഠിച്ചാലും തെറ്റൊന്നുമില്ല. ന്യൂമാറ്റിക്കോസ് ഇല്ല. ന്യൂമാറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കില്ല. ദൈവവുമായിട്ട് ബന്ധമില്ലാതെയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവവുമായിട്ട് ബന്ധമുള്ളവനായി ജീവിക്കുന്നവനെയാണ് ഗോഡ് ഫിയറിംഗ് എന്ന് നമുക്ക് ബൈബിളിൽ വിളിക്കാൻ കഴിയുന്നത്. തൽക്കാലം ഇന്ന് രാത്രി നമ്മൾ നിർത്തുകയാണ്. ഇനി അല്പസമയം പോയാൽ നിങ്ങൾ പറയുന്നത് നീണ്ടുപോയത് നാളെ ഇല്ല എന്നാലും ചിന്തിക്കരുത്. ഇതിനേക്കാൾ
പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഏതെങ്കിലും വിഷയത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വയലിന്റെ കാര്യം നമ്മൾ ഓർക്കണം. പൊടിപോയി തട്ടി ആ സ്ട്രിങ് രണ്ടാമത് റീബൈൻഡ് ചെയ്ത് നമ്മൾ നാളെയിൽ പ്രയോജനമാകത്തക്ക നിലയിൽ നമ്മുടെ ആത്മീയ ജീവിതം മറ്റുള്ളവർക്ക് റിഫ്ലക്ട് ചെയ്യട്ടെ എന്ന വാക്കുകളോടെ തൽക്കാലം ക്ലാസ്സുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ദാസന്മാരും മുന്നോട്ട് വന്ന വിഷയങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നു. നാളെ നമ്മുടെ മീറ്റിംഗ് 6 മണിക്ക് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു 6:15 തന്നെ മൈക്ക് കൈമാറും. അതിൻ്റെ പ്രാർത്ഥനയോടെ കറക്റ്റ് സമയത്ത് തന്നെ വരുവാൻ ശ്രമിക്കുക. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവവചനം ഞങ്ങൾക്ക് പഠിപ്പാൻ തക്കവണ്ണം ദൈവഭക്തിയെ കുറിച്ച്, ദൈവഭക്തി എന്താണ്, ഭക്തി എന്താണ് എന്നുള്ള വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് അല്പമായി പഠിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചവനിലേക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഒരു ഭക്തിയുള്ള ഒരു ജീവിതം ഞങ്ങൾ നയിപ്പാൻ, ദൈവമായിട്ട് ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഞങ്ങളായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. ബന്ധം, റിലേഷൻഷിപ്പ് എന്ന വിഷയത്തെ കുറിച്ച് 5 വിധമായ പോയിന്റുകൾ രാമദാസൻ പറയുന്നതിനിടയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വചനം പഠിക്കുമ്പോൾ ഓരോ കാര്യവും ഞങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കി ഞങ്ങളായി വളർത്തുവാനും ആ വചനപ്രകാരം ഞങ്ങളുടെ ജീവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ പ്രാർത്ഥനാകണമേ. ദൈവകൃപ ഞങ്ങളുടെ മേലതിൻ്റെ മേൽ പകരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയമുള്ളവർക്കായ സ്തോത്രം. നമ്മുടെ ദൈവവചനം പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വലിയ അനുഗ്രഹമാകട്ടെ. ആഴമായിട്ട് ഇനി പഠിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നടക്കുന്ന ബൈബിൾ സ്റ്റഡിക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുന്ന എല്ലാ ദൈവങ്ങളെയും ദൈവം വേഗത്തിൽ കൂട്ടിവരുത്തണം. ദൈവകൃപാതിന്റെ മേൽ പകരണം. യാത്രയിൽ കർത്താവ് സൂക്ഷിക്കണം. ഇവിടെ നിന്ന് കർത്താവെ തിരികെ ദൈവത്തിന് ചെറിയ മറവിൽ ഓരോ ശരീരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സംസാരം